ചരിത്രം, ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. പിതാക്കന്മാർ, നേതാക്കന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ. രാജകീയ ചരിത്രം, ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. ഇന്ന് എസ്രയുടെ പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് ആത്മീയ ചിന്തകളാണ് നാം ചിന്തിക്കുന്നത്. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായം 21-ാമത്തെ വാക്യം. അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവാ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഒരു ശുഭയാത്രയ്ക്ക് വേണ്ടി ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. എസ്രയുടെ പുസ്തകത്തിന്റെ പശ്ചാത്തലം ബാബേൽ പ്രവാസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബാബേൽ പ്രവാസം എന്നുള്ളത് പഴയ നിയമത്തിൽ സംഭവിച്ച കാര്യമാണെങ്കിലും പുതിയ നിയമത്തിൽ പോലും കാലഘട്ടങ്ങളെ തിരിച്ചിരിക്കുന്നത് ബാബേൽ പ്രവാസവുമായി ബന്ധപ്പെട്ടാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യൊഖന്യാവ് ശേൽത്തിയേലിനെ ജനിപ്പിച്ചു. വാക്യം 17. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14. എന്താണ് ബാബേൽ പ്രവാസം? ഒരിക്കൽ ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ് രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണുവാനായി ബാബേലിൽ നിന്ന് രാജാവ് അയച്ച ചില ആളുകൾ വന്ന അവരെ രാജാവ് സൽക്കരിക്കുകയും തൻ്റെ രാജകൊട്ടാരത്തിലെ ഭണ്ഡാരങ്ങളെല്ലാം അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇവർ തിരിച്ചു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യെശയ്യാ പ്രവാചകന് ദൈവത്തിൻ്റെ ഒരു നിയോഗമുണ്ടായിട്ട് അദ്ദേഹം വന്നിട്ട് ഈ രാജാവിനോടൊരു ദൂത് പറഞ്ഞു. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 17. രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന കാലം വരുന്നു. തന്നെയല്ല, യിരെമ്യാവ് ഇസ്രായേൽ ജനത്തോട് നിങ്ങൾ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ കനത്ത ശിക്ഷ വരുമെന്ന് ഏകദേശം 23 വർഷം പ്രവചിച്ചു കൊണ്ടിരുന്നു. യിരെമ്യാ പ്രവചനം 25-ാം അധ്യായം 3-ാം വാക്യം. ആമോന്റെ മകനായി യഹൂദ രാജാവായ യോശിയാവിന്റെ 13-ാം ആണ്ട് മുതൽ ഇന്ന് വരെ ഈ 23 സംവത്സരം യഹോവയുടെ വചനം എനിക്കുണ്ടാകുകയും ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല. 27-7 സകല ജാതികളും അവനെയും അവന്റെ മകനെയും മകന്റെ മകനെയും അവന്റെ ദേശത്തിന്റെ കാലാവധി കഴിയുവോളം സേവിക്കും. ഇത് പറയുമ്പോൾ ഇത് സംഭവിച്ചിട്ടില്ല. യിരെമ്യാവ് ഇത് പ്രവചിക്കുമ്പോൾ ഇത് സംഭവിച്ചിട്ടില്ല. 29-10 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. 2 ദിനവൃത്താന്തം 36-21 ആ പ്രവാസം 70 വർഷം നീണ്ടു നിൽക്കുമെന്ന് പിന്നെയും നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 9-2 യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്ന് നമ്മൾ വായിക്കുന്നു. ബാബേൽ സാമ്രാജ്യത്തിന്റെ രാജാവായ നെബൂഖദ്നേസറിനെ ദൈവം വിളിച്ചത് എന്റെ ദാസനായ നെബൂഖദ്നേസർ. മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലെ രാജാവായ കോരശിനെ ദൈവം വിളിച്ചത് കോരേശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. നെഹമ്യാവിന് യെരുശലേമിലെ മതിൽ പണിയാൻ അനുവദിച്ചത് ആരാ? അർത്തഹസിസ്റ്റ മഹാരാജാവ്. എസ്തറിന് വേണ്ടി യഹൂദ ജനത്തോട് ഇടപെടാൻ അഹശ്വേരോശ് രാജാവാണ് ഉപയോഗിക്കപ്പെടുന്നത്. എസ്രയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യം. യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് ദൈവത്തിന്റെ ഇടപെടൽ ദൈവജനത്തിന്റെ മേൽ മാത്രമല്ല, ജാതികളുടെ മേലുമുണ്ട്.
ജാതീയ രാജാവായ കോരശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. എന്തിന്? യിരെമ്യാവ് മുഖാന്തരം അരുളി ചെയ്ത യഹോവയുടെ വചനം നിവർത്തിയാവണം. എന്താ യിരെമ്യാവ് പ്രവചിച്ചത്? 70 വർഷം ജനം ബാബിലോണിൽ പ്രവാസികളായിരിക്കും. ആ 70 വർഷം കഴിഞ്ഞപ്പോൾ അവരെ പിടിച്ചുകൊണ്ടുപോയത് ബാബേൽ രാജാവാണെങ്കിലും ആ സാമ്രാജ്യം തകർന്നു. മേദ്യ പേർഷ്യ സാമ്രാജ്യം നിലവിൽ വന്നു. അവിടുത്തെ ഭരണാധിപനായി കോരശ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നു. എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. അവൻ തന്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തത് എന്തെന്നാൽ, പാർസി രാജാവായ കോരേശ് ഇപ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദായിലെ യെരൂശലേമിൽ അവൻ ഒരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. യെരൂശലേമിൽ യഹോവയ്ക്ക് ഒരു ആലയം പണിയാൻ ഇവിടുള്ളവരെ കടത്തി വിടണമെന്ന് പറഞ്ഞു വിടണമെന്ന് ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ബാബേലിലേക്ക് അവർ പോയത് 3 ഘട്ടമായിട്ടാണ്. തിരിച്ചു വന്നതും 3 കാലഘട്ടമായിട്ടാണ്. നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ മതിലു പണിതു. സെരുബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ ആലയം പണിതു. എസ്രയുടെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ ജനത്തെ ഒരു ആത്മീയ നവോത്ഥാനത്തിലേക്ക്, ഉണർവിലേക്ക് നയിച്ചു. ഇതിൽ സെരുബാബേലിന് മടങ്ങി വന്നതും എസ്ര മടങ്ങി വന്നതും ഈ പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എസ്രയുടെ പുസ്തകം ഒരു പുറപ്പാടിന്റെ ചരിത്രമാണ്. എസ്ര 2:64. സഭ ആകെ 42,360 പേരായിരുന്നു. അപ്പൊ അവിടെ ഒരു കണക്ക് നമുക്ക് കിട്ടി, 42,360. തൊട്ട് താഴെ അവരുടെ കൂടെ സഹായികളായി വന്ന കുറച്ചു പേരുടെ കണക്കൂടെ കൊടുത്തിട്ടുണ്ട്. 7,337 പേരെ കൂടാതെ തന്നെ. അപ്പൊ മൊത്തം കണക്ക് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ 50,097 പേര്. ഇത് കഴിഞ്ഞ് ഏകദേശം 58 വർഷം കഴിഞ്ഞിട്ടാണ് എസ്രയുടെ നേതൃത്വത്തിൽ ജനം മടങ്ങി വരുന്നത്. അത് 1754 പേരുണ്ടായിരുന്നു. എസ്രയുടെ പുസ്തകം 8:1. അർത്തശ്ശേഷ്ഠ രാജാവിന്റെ കാലത്ത് ബാബേലിൽ നിന്ന് എന്നോട് കൂടെ പോന്ന പിതൃഭവന തലവന്മാരും കണ്ടോ, എന്നോടുകൂടെ, എസ്രയോടുകൂടെ. ചുരുക്കത്തിൽ ഇത് അമ്മൂമ്മക്കഥയല്ല, ഇത് ചരിത്രത്തിൽ ഒരിക്കൽ നിവർത്തിയായ സംഭവമാണ്. അതേ ദൈവത്തിൻ്റെ കൈയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത 3-ാം ആലയത്തിൻ്റെ പണി എന്നുള്ളതാണ്. യഹൂദന്മാർക്ക് പല ആലയങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ ആലയം മരുഭൂമിയിൽ വെച്ച് ഉണ്ടാക്കിയ ഒരാലയമാണ്. അതിന് സമാഗമന കൂടാരം എന്നറിയപ്പെടുന്നു. വളരെ വ്യവസ്ഥാപിതമായി പണിത 2-ാം ആലയമാണ് ശലോമോന്റെ ദേവാലയം. ആ ശലോമോന്റെ ദേവാലയമാണ് നെബൂഖദ്നേസർ രാജാവ് തകർത്ത് കളഞ്ഞത്. പിന്നെ 70 വർഷത്തെ ബാബേൽ പ്രവാസം കഴിഞ്ഞ് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ പണിത ആലയം, അതാണ് 3-ാം ആലയം, സെരുബാബേലിന്റെ ആലയം. ആ ആലയം പോംബി എന്ന് പറയുന്ന റോമൻ സൈന്യാധിപൻ തകർത്ത് കളഞ്ഞു. യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന കാലത്ത് വേറൊരു ദേവാലയം പണിതു. അതിനെ ഹെരോദാവിൻ്റെ ദേവാലയം എന്നാണ് അറിയപ്പെടുന്നത്. BC 20 മുതൽ AD 26 വരെയുള്ള 46 വർഷം കൊണ്ടാണ് ഈ 4-ാമത്തെ ആലയം പണിതത്. അതിന് നേതൃത്വം നൽകിയത് ഹെരോദാ രാജാവാണ്. അതുകൊണ്ടാണ് അതിനെ ഹെരോദാവിൻ്റെ ആലയം എന്ന് പറയുന്നത്. ഈ ആലയങ്ങളൊന്നും ഇന്ന് ഭൂമിയിലില്ല. എന്തുകൊണ്ട്? ഇന്ന് വേറൊരു ആലയം ഇവിടെയുണ്ട്. ഒന്ന് വായിച്ചാട്ടെ, 1 തിമോത്തിയോസ് 3:15. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാമാലയം. ഇന്നത്തെ ആലയത്തിന്റെ പേരെന്താ? സഭയാമാലയം. ഒരേ സമയത്ത് ഒറ്റ ആലയം മാത്രമേ കാണൂ. 2 ആലയം ഒരേ സമയത്ത് നിലനിന്നിട്ടില്ല. സമാഗമന കൂടാരം മരുഭൂമിയിലായിരുന്നു. അത് മാറിയതിനു ശേഷമാണ് ശലോമോന്റെ ആലയം പണിയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സെരുബാബേലിന്റെ ആലയം പണിതത്. അത് തകർന്നു കഴിഞ്ഞിട്ടാണ് ഹെരോദാവിന്റെ ആലയം പണിതത്. ആ ആലയം തകർന്നു.
ഇന്നത്തെ ആലയം ഞാനും നിങ്ങളുമാകുന്ന ദൈവസഭയാലയമാണ്. ഈ ആലയം മാറ്റപ്പെട്ടതിന് ശേഷമേ യഹൂദന്റെ അടുത്ത ആലയം മഹോപദ്രവകാലത്തുള്ള ആലയത്തിന്റെ പണി നടക്കുകയുള്ളൂ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ പ്രവചനം യഹൂദന്മാർക്ക് ഇനി പണിയപ്പെടാൻ പോകുന്ന ആലയമാണ്. നമ്മുടെ ചിന്ത മൂന്നാമത്തെ ആലയം സെരുബാബേലിന്റെ ആലയമാണ്. അതിന്റെ പണിയുടെ ചരിത്രം എസ്രയുടെ പുസ്തകത്തിലാണ് വായിക്കുന്നത്. ജനം മടങ്ങി വന്നിട്ട് ഇവരെ ആലയത്തിന്റെ പണി തുടങ്ങിയപ്പോഴുണ്ടായ ചില അനുഭവങ്ങൾ നോക്കിയാട്ടെ. എസ്രയുടെ പുസ്തകം 3:11. അവർ യഹോവയെ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ 2 അനുഭവം ഉണ്ടായി. ഒന്ന്, വയോധികന്മാർ ഉറക്കെ കരഞ്ഞു. 3:12 വരുമ്പോൾ ഈ ആലയത്തിന്റെ അടിസ്ഥാനം ഇടുന്നത് കണ്ടപ്പോൾ ചില വയോധികന്മാർ വാവിട്ട് കരഞ്ഞു. എന്തുകൊണ്ടാണ് കരഞ്ഞത്? ഇവർ പഴയ ദേവാലയം കണ്ടിട്ടുണ്ട്, ശലോമോന്റെ ആലയം ഒരു കണ്ടിട്ടുണ്ട്, ബൃഹത്തായ ആലയം. പക്ഷെ ഇപ്പൊ പണിയാൻ പോകുന്ന ആലയം ഒരു ചെറിയ ആലയമാണ്. 3:12 വായിച്ചേ. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുമ്പിലത്തെ ആലയം, ശലോമോന്റെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനമിട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞു. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിലാർത്തു. വയോധികന്മാർ കരയുകയാണ്. കാരണം ഒന്ന്, പണ്ടത്തെ ആലയത്തിന്റെ മഹത്വം അവർ കണ്ടിട്ടുണ്ട്. 2, ചെറുതാണെങ്കിലും ഞങ്ങളുടെ ജീവിതകാലത്ത് ദൈവത്തിന്റെ ആലയത്തിന്റെ പണി തുടങ്ങുന്നത് കാണാൻ ദൈവം ഞങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യം തന്നല്ലോ എന്ന് പറഞ്ഞവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. 2, കൂടി വന്ന ജനം ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചു. ആ ഘോഷം ബഹുദൂരം കേട്ടു. അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അത് കേട്ട ശത്രുക്കൾ അവരുടെ പണിക്കെതിരെ മുന്നോട്ട് വന്നു. 4, 5, 6 വാക്യങ്ങളിലേക്ക് വന്നാട്ടെ. ആകയാൽ ദേശനിവാസികൾ യഹൂദാ ജനത്തിന് ധൈര്യക്ഷയം വരുത്തി ആലയം പണിയാൻ തുടങ്ങിയ അവർക്ക് ധൈര്യക്ഷയം വരുത്തി. പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു. അടുത്തത്, അവരുടെ ഉദ്ദേശം നിഷ്ഫലമാക്കേണ്ടതിന് അവർ പാർസി രാജാവായ കോരശിന്റെ കാലത്തൊക്കെയും പാർസി രാജാവായ ദാര്യാവേശിന്റെ വാഴ്ച വരെയും അവർക്ക് വിരോധമായി കാര്യസ്ഥന്മാരെ കൈക്കൂലി കൊടുത്ത് വശത്താക്കി. കാര്യസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്ത് അവരെ വശത്താക്കി. ആ പണി നടക്കാതിരിക്കേണ്ടതിന് അവർക്ക് ധൈര്യക്ഷയം വരുത്തി. പക്ഷേ ആ പണിക്കെതിരെ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഒരു കൂട്ട ഹർജി എഴുതി രാജാവിന് അയച്ചു. കോരശ് രാജാവ് രേഖാമൂലം അനുമതി കൊടുത്തിട്ടാണ് ഇവരിവിടെ വന്ന് പണി തുടങ്ങിയത്. പക്ഷെ ആലയത്തിന്റെ പണി തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദേശവാസികൾ ഒരു കത്തെഴുതി അങ്ങോട്ട് അയച്ചു. അവർ എഴുതിയ കത്തൊന്ന് വായിച്ചേ. 4:14. എന്നാൽ ഞങ്ങൾ കോവിലകത്തെ ഉപ്പ് തിന്നുന്നവരാണ്. കണ്ടോ, അവര് പറയാ, ഞങ്ങൾ രാജാവെ കത്തെഴുതി അയക്കുക. കാരണം ഞങ്ങൾ കോവിലകത്തെ ഉപ്പ് തിന്നുന്നവരാകൊണ്ടും രാജാവിന് അപമാനം വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഉചിതമല്ലായകയാലും ഞങ്ങൾ ആളയച്ച് രാജാവിനെ ഇത് ബോധിപ്പിച്ചു. രാജാവിനെ അറിയിക്കുക. എന്തുകൊണ്ട്? ഞങ്ങൾ രാജാവ് തരുന്ന ഉപ്പ് തിന്നാ ജീവിക്കുന്നത്. രാജാവിന് ധനനഷ്ടം വരുന്നത് ഞങ്ങൾക്ക് മനസ്സിന് പ്രയാസമാണ്. അതുകൊണ്ട് ഞങ്ങള് കത്തെഴുതി അയക്കുന്നതേ ഉള്ളൂ. രാജാവ് നോക്കിക്കോ, ഇവരെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ ഇവർ പണ്ടേ മത്സരമുള്ള ജാതിയാ. ഇവരുടെ മതിൽ പണി തീരെയും ഇവരുടെ പള്ളി പണി തീരെയും തീർന്നു കഴിഞ്ഞാൽ ഇവർ രാജാവിന് ചുങ്കമോ കരമോ തരത്തില്ല. രാജാവിന് ഈ പ്രദേശത്ത് ഒരു അവകാശം പോലും ഉണ്ടായിരിക്കത്തില്ല എന്ന് പറഞ്ഞ് രാജാവിന്റെ മനസ്സിനെ പോലും ചൊടിപ്പിക്കത്തക്ക വാക്കുകൾ കത്തിനകത്ത് ഉൾപ്പെടുത്തി ഒരു കൂട്ടഹർജി എഴുതി രാജാവിന് അയച്ചു. ഈ കത്ത് വായിച്ചപ്പോ രാജാവ് എന്താ പറഞ്ഞത്? 4:21-24 വാക്യം. ആകയാൽ നാം മറ്റൊരു കൽപ്പന അയക്കുന്നതുവരെ അവർ പട്ടണം പണിയുന്നത് നിർത്തിവെക്കേണ്ടതിന് ആജ്ഞാപിപ്പീൻ. കൂട്ടഹർജി ചെന്നപ്പോൾ ഒരു വിധി വന്നു, സ്റ്റേ ഓർഡർ വന്നു. 24 വാക്യം കൂടെ. അങ്ങനെ യെരൂശലേമിലെ ദേവാലയത്തിന്റെ പണി മുടങ്ങി. പാർസി രാജാവായ ദാര്യാവേശിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് വരെ പണി മുടങ്ങിക്കിടന്നു.
ഏതാണ്ട് 16 വർഷം ദൈവത്തിന്റെ ആലയത്തിന്റെ പണി മുടങ്ങിക്കിടന്നു. എല്ലാവരുടെയും മനസ്സ് മടുത്തുപോയി. നമ്മൾ നോക്കുമ്പോൾ എല്ലാം മടുപ്പുകളാണ്. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെയും നിലച്ചു പോവത്തില്ല. എന്താണ് ദൈവം ചെയ്തത് നോക്കിയാട്ടെ. 5:1. എന്നാൽ ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകൻ സെഖര്യാവും എന്ന പ്രവാചകന്മാർ യഹൂദായിലും യെരൂശലേമിലുമുള്ള യഹൂദന്മാരോട് തങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ചു. പ്രതിസന്ധി വന്നപ്പോൾ ദൈവം ചില പ്രവാചകന്മാരെ അവരുടെ നടുവിൽ എഴുന്നേൽപ്പിച്ചു. ഹഗ്ഗായിയെ ദൈവം എഴുന്നേൽപ്പിച്ചു, സെഖര്യാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. 6:14. യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു, ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകനായ സെഖര്യാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചു വന്നു. അവർ പറഞ്ഞു, ദൂതികൾ നോക്കിയാട്ടെ. ഹഗ്ഗായി പ്രവചനം 1:4. ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. 7-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. അടുത്ത വാക്യം. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അരുളപ്പാട്. ഹഗ്ഗായിയുടെ പ്രവചനം. ഇനി സെഖര്യാവ് എന്താ പ്രവചിച്ചത്? സെഖര്യാ പ്രവചനത്തിലേക്ക് വന്നിട്ട് സെഖര്യാ പ്രവചനം 2:8 ആദ്യം വായിച്ചാട്ടെ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവർ അവന്റെ കൺമണിയെ തൊടുന്നു. അവളുടെ നേരെ ഞാൻ കൈകുലുക്കും. 16 വർഷമായി ആലയത്തിന്റെ പണി മുടങ്ങിക്കിടക്കിയ. പക്ഷെ സെരുബ്ബാബേൽ എല്ലാ ദിവസവും ആ തൂക്കുകെട്ട ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവന്റെ മനസ്സും അടുത്തിട്ടില്ല, ജനത്തിന്റെ മനസ്സും അടുത്തു, ലേവ്യരുടെയും പുരോഹിതന്മാരുടെയും മനസ്സും അടുത്തു. പക്ഷേ സെരുബ്ബാബേലിന്റെ മനസ്സും അടുത്തിട്ടില്ല. അവൻ ആ തൂക്കുകെട്ട ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം പറഞ്ഞു, അവന്റെ കയ്യിലെ തൂക്കുകെട്ട കണ്ടിട്ട് ഞാൻ സന്തോഷിക്കുകയാണ്. ഇനിയും സെഖര്യാ പ്രവചനം 4:9 വാക്യം. ദൈവം പറയുകയാണ്, സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടു. അടുത്തത്, അവന്റെ കൈ തന്നെ അതിനെ തീർക്കും. 16 വർഷമായി പണി മുടങ്ങിക്കിടക്കുകയാണ്. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത്, സെരുബ്ബാബേലേ, നിന്റെ കയ്യിലെ തൂക്കുകെട്ട കണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. സെരുബ്ബാബേലിന്റെ കൈയാണ് ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടത്. അവന്റെ കൈ തന്നെ അതിനെ തീർക്കും. എസ്രയുടെ പുസ്തകം 6:14 വായിച്ചാട്ടെ. യഹൂദന്മാരുടെ മൂപ്പന്മാർ പണിതു, ഹഗ്ഗായി പ്രവാചകനും ഇദ്ദോവിന്റെ മകനായ സെഖര്യാവും പ്രവചിച്ചതിനാൽ അവർക്ക് സാധിച്ചു വന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരവും കോരശിന്റെയും ദാര്യാവേശിന്റെയും പാർസി രാജാവായ അർത്തശഷ്ടാവിന്റെയും കൽപ്പന പ്രകാരവും അത് പണി തീർത്തു. ആലയം പണിതു തീർത്തു. ദൈവം എന്താ പറഞ്ഞത്? സെരുബ്ബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിട്ടു. അവന്റെ കൈ തന്നെ പണി തീർക്കും. 1 കൊരിന്ത്യർ 14:3 നോക്കിയാട്ടെ. പ്രവചിക്കുന്നവനോ ആത്മീക വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കും. പ്രവചിക്കുന്നവനോ ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഹഗ്ഗായി പ്രവാചകനും സെഖര്യാവും പ്രവചിച്ചതിനാൽ ജനത്തിന്റെ മനസ്സുണർത്തപ്പെട്ടു, കാര്യം സാധിച്ചു വന്നു. ഈ കൂട്ടഹർജി എഴുതി അങ്ങോട്ട് അയച്ചില്ലേ? ഞങ്ങൾ കോവിലകത്തെ ഉപ്പ് തിന്നുന്നവരാകൊണ്ടും രാജാവിന് ധനനഷ്ടം വരുന്നതിൽ പ്രയാസമുള്ളത് കൊണ്ടാകുന്നു ഇത് എഴുതുന്നെന്ന് പറഞ്ഞ് കത്തെഴുതിയില്ലേ അയച്ചില്ലേ? കത്തി എന്നപ്പോൾ രാജാവ് എന്താ പറഞ്ഞത്? ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ പണി നിർത്തിവെക്കണം. ഇത് വന്നപ്പോൾ യഹൂദന്മാരും ഒരു കത്തെഴുതി അങ്ങോട്ട് അയച്ചു. ആ കത്തിനകത്ത് ഇങ്ങനെ എഴുതി, രാജാവേ, ഞങ്ങൾ രാജാവിനോട് മറുത്ത് മത്സരിച്ചല്ല ഈ പണി തുടങ്ങിയിട്ടുള്ളത്. ഈ പണി തുടങ്ങാൻ പേർഷ്യൻ രാജാവായ കോരശിന്റെ കാലത്ത് ഞങ്ങൾക്ക് രേഖാമൂലം അനുമതി തന്നിട്ടുണ്ട്. അതിൻ്റെ പകർപ്പ് കൊട്ടാരത്തിൽ കാണുമായിരിക്കും, ദയവായി പരിശോധിക്കണം. എന്നിട്ട് ജനം ഉപവസിക്കാൻ തുടങ്ങി, ജനം പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചത്? 1-2 വാക്യം. ദാര്യാവേശ് രാജാവ് കൽപ്പന കൊടുത്ത പ്രകാരം അവർ ബാബേലിൽ ഭണ്ഡാരം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന രേഖാശാലയിൽ പരിശോധന കഴിച്ചു. അടുത്തത്,
അവർ മേദ്യ സംസ്ഥാനത്തിലെ അഹ്മേദ രാജധാനിയിൽ ഒരു ചുരുൾ കണ്ടെത്തി. പണ്ട് കൊടുത്ത കൽപ്പനയുടെ പകർപ്പ് രാജകൊട്ടാരത്തിലെ രേഖാശാലയിലുണ്ടായിരുന്നു. അതിൽ ജ്ഞാപകമായിട്ട് എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ടിൽ കോരേശ് രാജാവ് കൽപ്പന കൊടുത്തത് യെരുശലേമിലെ ദൈവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം. ഇനിയും അതിന്റെ അനന്തര ഫലവും കൂടെ ശ്രദ്ധിച്ചാട്ടെ. ഇത്രയും നാള് ഈ യഹൂദന്മാർ മാത്രമാണ് ആലയത്തിന്റെ പണി നടത്തിയത്. അവരുടെ പക്കൽ പണിയാനുള്ള പൈസ ഇല്ലായിരുന്നു. പക്ഷെ ഈ രേഖ കിട്ടിക്കഴിഞ്ഞപ്പോൾ രാജാവ് അടുത്ത ഒരു ഓർഡറൂടെ കൊടുത്തു. ദേശവാസികളിൽ നിന്ന് പൈസ ശേഖരിച്ച് ഈ ആലയത്തിന്റെ പണിക്ക് കൊടുക്കണമെന്ന്. ശത്രുവിന്റെ പദ്ധതികളെ തമ്പുരാൻ പൊളിച്ചു കഴിയുമ്പോൾ അവൻ മുടങ്ങിയ പണി കൂടെ നടത്താനുള്ള പണം തമ്പുരാൻ തരും. ദൈവം എത്ര നല്ലവൻ! ഈ ചരിത്രത്തിലെല്ലാം ദൈവത്തിന്റെ കരമല്ലേ നമ്മൾ കാണുന്നത്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് 6:22. യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേലിൻ ദൈവമായ ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശൂർ രാജാവിന്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തതുകൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിച്ചു. ദൈവരെ സന്തോഷിപ്പിച്ചു. മൂന്ന്, ന്യായശാസ്ത്രിയായ എസ്ര. എസ്രയുടെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം. ഈ എസ്ര ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നൽകിയ മോശെയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. 7-ന്റെ 10-ാം വാക്യം. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര മനസ്സ് വെച്ചിരുന്നു. എസ്ര ശാസ്ത്രിയുടെ 3 ശുശ്രൂഷകൾ നമ്മളവിടെ കാണുകയാണ്. 1, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുന്നു. 2, അതനുസരിച്ച് നടക്കാൻ ഇസ്രായേലിനെ പ്രബോധിപ്പിക്കുന്നു. 3, അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാൻ താൻ മനസ്സ് വയ്ക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ പ്രവചനത്തിലെ വചനങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവന്മാർ. എസ്ര മടങ്ങി വന്നപ്പോൾ ജനം അന്യജാതികളുമായി വിവാഹത്തിലേർപ്പെട്ട് വിശുദ്ധ സന്തതി ദേശനിവാസികളുമായി ഇടകലർന്നിരിക്കുകയാണ്. പാതി ജനം അസ്തോദ്യ ഭാഷ സംസാരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ എസ്രയുടെ മനസ്സ് വേദനിക്കാൻ തുടങ്ങി. പാപത്തെ കണ്ട് കരയുന്ന ഒരു നേതാവിനെ നാം ഇവിടെ കാണുകയാണ്. ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. 10-ാം അധ്യായം 6-ാം വാക്യം. എസ്ര ദൈവാലയത്തിന് മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് എല്യാശീബിന്റെ മകനായ യഹോഹാനാന്റെ അറയിൽ ചെന്ന് പ്രവാസികളുടെ ദ്രോഹ നിമിത്തം അവൻ ദുഃഖിച്ചും കൊണ്ട് അപ്പം തിന്നാതെയും വെള്ളം കുടിക്കാതെയും അവിടെ രാപാർത്തു. 9:3. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എന്റെ വസ്ത്രവും മേലങ്കിയും കീറി. അടുത്തത്, എന്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ച് സ്തംഭിച്ചു കുത്തിയിരുന്നു. 9:5. സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി. 10:1. എസ്ര ഇങ്ങനെ ദേവാലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. പാപത്തെ പാപമാണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ദുഃഖിക്കുന്ന ഒരു ഹൃദയം. ആ സന്ദർഭത്തിൽ ജനം ചെയ്ത പ്രതികരണം നോക്കിയാട്ടെ. 10-4-5 വാക്യങ്ങളിൽ ജനത്തിന്റെ പ്രതികരണം നമുക്ക് കാണാൻ കഴിയും. എഴുന്നേൽക്ക, ഇത് നീ നിർവഹിക്കേണ്ടുന്ന കാര്യമാകുന്നു. ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും. ധൈര്യപ്പെട്ട് പ്രവർത്തിക്ക. അവിശ്വാസികളുമായി ഇണയില്ലാ പിണ കൂടരുത്. എസ്രയുടെ പുസ്തകം 2:61 മുതലുള്ള വാക്യങ്ങൾ എല്ലാവരും നോക്കിക്കേ. ഗിലിയാദ്യനായ ബർസില്ലായുടെ പുത്രിമാരിൽ ഒരുത്തിയെ വിവാഹം ചെയ്തു. അടുത്ത ഭാഗം. അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട, അവിടെ ഒരു വ്യക്തിയുടെ കാര്യം പറയുകയാണ്. ഗിലിയാദ്യനായ ബർസില്ലായിയുടെ മകളെ കിട്ടിയ ഒരു പയ്യൻ. പക്ഷേ വംശാവലി രേഖ ഹാജരാക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നീക്കിക്കളഞ്ഞു.
മാത്രമല്ല ഉറീമും തുമ്മീമുമുള്ള പുരോഹിതൻ എഴുന്നേൽക്കുന്നതുവരെ വിശുദ്ധമായത് തിന്നരുത് എന്ന് കൽപ്പിച്ചു. ആരാ? ബർസില്ലായി. ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വന്നാട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രബായിൽ നിന്ന് നാഹാഷിന്റെ മകൻ ശോബി, ലോദെബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഖീർ, അടുത്തത് രൊഗേലിമിൽ നിന്ന് ഗിലെയാദ്യനായ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ ഗോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ദാവീദ് രാജാവ് കൊട്ടാരം വിട്ട് കാട്ടിലേക്ക് പോയി. ഏതാണ്ട് 100 പേര് ഇങ്ങനെ അലഞ്ഞുഴഞ്ഞു നടക്കുമ്പോൾ ഗിലെയാദ്യനായ ബർസില്ലായി ആളുകളെ കൊണ്ട് ചുമപ്പിച്ചുകൊണ്ട് കുറെ സാധനം അവിടെ കൊണ്ടു കൊടുത്തു. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാൽ നിങ്ങളെ മറന്നു കളവാൻ ദൈവം അനീതിയുള്ളവനല്ല. ദാവീദും മടങ്ങി വരുന്നു. ദാവീദിനെ എതിരേൽപ്പാൻ വന്നു നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ 80-ൽ പരം വയസ്സുള്ള ഒരു വൃദ്ധനായ മനുഷ്യൻ നിൽക്കുന്നു. അവൻ ഗിലെയാദ്യനായ ബർസില്ലായി. അവനോട് ദാവീദ് പറഞ്ഞു, നീ എന്നോടുകൂടി യെരൂശലേമിലേക്ക് പോരുക. ബർസില്ലായിയുടെ മക്കളാ, പക്ഷേ വംശാവലി രേഖ ഹാജരാക്കാൻ കഴിയാതെ വന്നപ്പോ അവരെ തള്ളിക്കളഞ്ഞു. ഇതൊക്കെ സംഭവിച്ചതിന്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. എസ്രയുടെ കാലത്ത് ഈ ശുദ്ധീകരണവും ഒക്കെ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അഹവാറിൻ്റെ തീരത്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഒരു ശുഭയാത്ര ലഭിക്കേണ്ടതിന് അവർ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയാണ്. ഉപവസിക്കുന്ന ദൈവത്തിലെ ഇത് പട്ടിണി കിടക്കലല്ല, ഇതൊരു പാഴ്ജോലിയല്ല. നമ്മളെ തന്നെ കണ്ടുണരാൻ, നമ്മുടെ കുറ്റങ്ങൾ കണ്ടുണരാൻ, നമ്മുടെ ജഡത്തെ ദൈവസന്നിധിയിലും യഥാസ്ഥാനപ്പെടുത്താൻ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന മൂലം ദൈവം നമ്മെ സഹായിക്കട്ടെ. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.